ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ? നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും അങ്ങനത്തേലേക്കൊക്കെ പോവാല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന നല്ലൊരു പൊടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു പൊടി ഒരുപാട് ആൾക്കാർക്ക് അറിയണത് തന്നെ ആയിരിക്കും. ഭയങ്കര ടേസ്റ്റിയാണ്. എൻ്റേതായ ഒരു വേർഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. സൂപ്പർ ടേസ്റ്റിയാണ്. ഇത് ഉണ്ടെങ്കിലുണ്ടല്ലോ ദോശയും ഇഡ്ഡലിയും അതിനൊന്നും വേറൊരു കറി ഒന്നും വേണ്ട. ഇത് തിന്നാൻ പൂതിയിടൂല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊടിയാണിത്. ഈ ഒരു പൊടി നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. ഒരു 4-5 മാസം വരെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വെക്കാൻ പറ്റും. ടേസ്റ്റ് ഒന്നും പോവില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമ്മളെ ഉഴുന്നാണ് കേട്ടോ. ഒരു കപ്പാണ് ഞാൻ എടുത്തത് ഉഴുന്ന്. ആ ഉഴുന്ന് നമ്മളൊരു പാനിലിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന വരെ വറുത്തെടുക്കണം. വറുക്കാൻ മീൻസ് ഇത് വെന്ത് വരും കേട്ടോ. വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ബ്രൗൺ ആവും, പക്ഷെ ഉള്ളു വേവൂല. ഇപ്പോൾ അതാ നന്നായിട്ട് ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കഴുകിയിട്ട് ഉണക്കി എടുക്കണം കേട്ടോ. ഉണക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളിത് വറുത്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളെ കടലപ്പരിപ്പാണ് കേട്ടോ. കടലപ്പരിപ്പ് ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അതും ഇതേപോലെ തന്നെ കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ അതും നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയത്. ഇനി ഇതും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അതിൻ്റെ മേലേക്ക് തന്നെ ഇതും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പരിപ്പും ഇവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പൊട്ടുകടല. നമ്മൾ ചട്നിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊട്ടുകടലില്ലേ, അതാണിത്. റോസ്റ്റഡ് ആയിട്ടുള്ള കടല. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇത് പിന്നെ വേവാനൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നന്നായിട്ട് ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം, ആ ഒരു റോ ടേസ്റ്റ് അങ്ങ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും മാറ്റി എടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പാണ് എടുത്തത്. ഇനിയിപ്പോൾ വേണ്ടിയ കുറച്ച് പുളി കേട്ടോ. പുളി ഇടുന്നവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉണ്ടാക്കുന്ന ഇതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനൊരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിയും ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കണം കേട്ടോ. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം മാറിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ ഇതിനൊന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കണം കേട്ടോ. അത് നമുക്ക് കൈകൊണ്ട് തൊട്ടാൽ നമുക്ക് മനസ്സിലാവും ഡ്രൈ ആയിനോന്നുള്ളത്. മെല്ലെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. നല്ല ചൂടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഓൾമോസ്റ്റ് ഇവിടെ റെഡിയായി വന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ചൂടാക്കി എടുത്തതാണ്. അപ്പം നന്നായിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൊടി സ്റ്റോർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുത്ത് ഞാനതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഞാനിപ്പോൾ കുറച്ച് മുളക്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുളക് തന്നെ കൂടുതൽ എടുത്താൽ മതിയിട്ട്. ഈ ഒരു അളവിലേക്ക് ഒരു 20-25 മുളകൊക്കെ വേണ്ടി വരും. ഞാനൊരു 4 മുളക് എടുത്തിട്ടുള്ളൂ. ബാക്കി എരിവില്ലാത്ത പെരി മുളകാണ് എടുത്തത്. മീൻസ് നമ്മളെ കാശ്മീരി മുളക്. അതും ചെറിയ തീയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ടേക്ക് മാറ്റുക. ഇതിപ്പോൾ തീരെ എരിവ് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വേണ്ടിയ കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ. അത് കഴുകിയിട്ട് വെള്ളമൊക്കെ പോക്കിയതായിരിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഇതേപോലെ നല്ല ഡ്രൈ ആയണ വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ചെറിയ സിമ്മിലാണ് മൊത്തത്തിൽ വറുത്തെടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മളെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് പൊടിച്ചാൽ പൊടിയുന്ന പാകത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ കറിവേപ്പില ഇതേപോലെ തന്നെ അതിൻ്റെ മേലേക്ക് ഇത് മാറ്റി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഉലുവ. ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഉലുവ കൂടി പോകരുത്, കയ്പ്പ് രസം വരും. അപ്പോൾ ഒരു 1/4 ടീസ്പൂണാണ് ഈ ഒരു അളവിലേക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് ചെറിയ ജീരകം, നല്ല ജീരകം. അതൊരു 1/2 ടീസ്പൂണാണ് എടുത്തത്. അത് ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യരുത്. ഒന്നിങ്ങനെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് അപ്പം തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാനിത് പാനിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. അതും ഇതിൻ്റെ മേലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ വേണ്ട, തീ ഓഫാക്കുക. കാരണം അത് കാസ്റ്റ് അയൺ പാൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ള കളറിലുള്ള എള്ള് കേട്ടോ, സെസ്മി സീഡ്സ് ആണ്. അപ്പോൾ അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ സാധാരണ അലുമിനിയത്തിൻ്റെ പാനോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാനൊക്കെ ആണെങ്കിൽ ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കണം. ഇത് പാൻ കാസ്റ്റ് അയൺ ആയതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തത്. എന്നാൽ തന്നെ അതിന് ചൂടുണ്ടാവും. അപ്പോൾ അത് കണ്ടേ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒന്ന് വറുത്തെടുക്കട്ടെ. ഒരുപാട് നേരം വറുക്കാൻ നിൽക്കരുതേ. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് വേറൊരു പ്ലേറ്റിലേക്കാണ് മാറ്റി വെച്ചത് കേട്ടോ. ബാക്കിയൊക്കെ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു എള്ള് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. ഇനിയിപ്പോൾ ആദ്യം വറുത്ത് വെച്ച മൊത്തത്തിലുള്ള സാധനങ്ങളില്ലത്. ഇത് കംപ്ലീറ്റ് അതിൻ്റെ ഒരു വറവ് ഞാൻ കാണിച്ചു തരാം. കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വരും. ആ ഒരു രീതിയിൽ എല്ലാം ഇതേപോലെ വറുത്തെടുക്കണം. മുളകൊക്കെ ഇങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടി വരും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു പുളിയില്ല, പുളിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല. നമുക്കിങ്ങനെ ഒടിക്കാനും പൊട്ടിക്കാനും ഒക്കെ പറ്റുന്ന പാകത്തിലാണ് ഇതുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. തണുത്തതിന് ശേഷമാണ് ഇത്. അപ്പോൾ ഞാനെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി പറയുകയാണെങ്കിൽ എരിവില്ല കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് നല്ല എരിവുള്ള മുളക് തന്നെ ചേർത്താൽ മതി. ഇനിയിപ്പോൾ വേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ. സാമ്പാർ കായം അത് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കായ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. ഇവിടെ ഇപ്പം കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയപ്പം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് വേണം. അത് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഓരോരുത്തർ ഉപ്പിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. എന്നിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക.
അപ്പോൾ അത് നല്ല പൗഡറായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ, നമ്മളെല്ലാം റോസ്റ്റ് ചെയ്തതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇങ്ങനെ പൊടിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എള്ളില്ല, അത് ഈ ലാസ്റ്റ് സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എള്ളിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഇത് പൊടിക്കരുത് കേട്ടോ. ഒരു 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. എള്ള് പൊടിഞ്ഞു പോകാൻ പാടില്ല, കാരണം പൊടിഞ്ഞാൽ അതിൽ നിന്ന് എണ്ണ ഇറങ്ങും. അപ്പം നമ്മളെ പൊടിക്ക് കേടാണ്, നമുക്ക് എന്താ പറയുക, ആ ഒരു കടിക്കുന്ന ടേസ്റ്റും കിട്ടൂല, പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. ഇപ്പം അതാ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ കാണിച്ചു തരട്ടെ. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എള്ളിങ്ങനെ മുറിഞ്ഞത് ഇങ്ങനെ കാണും, നിങ്ങൾ മുഴുവത്തോടൊക്കെ ഉള്ളതും അല്ലാണ്ടൊക്കെ ഇങ്ങനെ കാണും. ആ ഒരു രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. 1 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് നമ്മൾ ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം നമ്മളിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് വെക്കട്ടെ. 1 മാസം വരെ പുറത്തൊക്കെ വെക്കട്ടെ, ഒന്നും ആവില്ല. അതിൻ്റെ മേലെ 1 മാസത്തിൻ്റെ മേലെ നിങ്ങൾക്ക് ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 4-5 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഇനി ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു പൊടിയാണിത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവർക്ക് ചട്നിയും സാമ്പാറും ഒന്നും ഉണ്ടാക്കേണ്ടില്ല, ഈ ഒരു ഇത് മാത്രം മതി. ഇത് നെയ്യിൻ്റെ കൂടെ അല്ലെങ്കിൽ എള്ളെണ്ണൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ദോശയും ഇഡ്ഡലിക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതവിടെ സ്റ്റോർ ചെയ്താൽ ഒരു പണിയും ഇല്ല കേട്ടോ, എളുപ്പമല്ലേ രാവിലെ എണീച്ചാൽ. ഇനിയിപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി കാണിച്ചില്ല. ദോശൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചതുകൊണ്ട് ആ ഒരു മാവ് ഉണ്ടാക്കുന്നതൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ആ ഒരു പൊടി കൂട്ടി കഴിക്കുന്നത് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് നെയ് റോസ്റ്റ് പോലെ നല്ല നേരിയതാണ് കേട്ടോ. അപ്പോൾ അതിലും നമുക്ക് പൊടി ഇടാം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് ഞാൻ ബാസിക്കാണ് ഉണ്ടാക്കുന്നത്. ഓന പൊടി വേണ്ടവും സാമ്പാർ മാത്രമാണ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓനപ്പയിൽ പൊടി ഇടുന്നില്ല. അടുത്തതിൽ ഞാൻ പൊടിയിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് നെയ്യാണ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത്. ചിലർക്ക് നെയ്യായിരിക്കും ഇഷ്ടം, ചിലർക്ക് എണ്ണ ആയിരിക്കും ഇഷ്ടം കേട്ടോ, എള്ളെണ്ണ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അതാ ഫസ്റ്റത്തെ ദോശ ഇവിടെ ഇങ്ങനെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഒന്നും ചെയ്യണില്ല, അങ്ങനെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ചെറിയ ചെറിയ തട്ടുദോശ പോലല്ലേ, കുറച്ച് കട്ടിയുള്ള ദോശ, അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളെ ഊത്തപ്പത്തിൻ്റെ സ്റ്റൈലിലുള്ള കുറച്ച് കട്ടിയുള്ള ദോശ, അതിൻ്റെ മേലാണ് ഞാനിപ്പം പൊടിയിട്ടിട്ട് ബാക്കി ഞങ്ങൾക്കുള്ളത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ പൊടിച്ച പൊടിയില്ല, അത് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇതിലൊരു പിശുക്കും കാണിക്കേണ്ട ശേഷം നല്ലോണം ഇട്ടിട്ടു. നല്ല ടേസ്റ്റാണിത്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പൊടി നല്ലോണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഇത് മാത്രമേ ഒന്നുള്ളൂ. സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ ബാംഗ്ലൂർ അല്ലേ, നമ്മളെ കർണാടക അവിടെയൊക്കെ ഉള്ളൊരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ ഈ ഒരു പൊടി ദോശ എന്ന് പറയുന്നത്. ഈ ഒരു പൊടിക്ക് പല പേരുണ്ട്, മിളകായ്പൊടി, ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടി, അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനം തന്നെയാണിത്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം നെയ്യിൻ്റെ ടേസ്റ്റാണ്, എള്ളെണ്ണൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതാ നിങ്ങൾക്ക് മറിച്ചിടണമെങ്കിൽ ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക. ഞാനിവിടെ മറിച്ചിടുന്നുണ്ട് കേട്ടോ. മറിച്ചിട്ടാലും മറിച്ചിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതിയിൽ എടുക്കുക. അപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് വരെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം തിരിച്ചിടുന്നുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ പൊടി ദോശ ഇവിടെ റെഡി ആയിന് കേട്ടോ. ഞാൻ പറഞ്ഞാൽ നമുക്ക് ആ ഒരു നെയ് റോസ്റ്റ് പോലെ നേരിയതാക്കി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ നമുക്ക് പൊടിയിട്ടിട്ട് എടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും പൊടിയിട്ടിട്ട് നമുക്ക് കഴിച്ചെടുക്കാം. ഇപ്പോൾ അതാ ഫസ്റ്റത്തെ ആ ഒരു പൊടി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ തിന്നുന്ന സമയത്ത് കുറച്ചും കൂടെ പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കേണ്ട പിന്നെ ഇട്ടിട്ട് കഴിക്കാൻ പറ്റുമോ എന്നുള്ള നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. അറിയാത്തവർക്ക്, ഈ ഒരു പൊടി ഉണ്ടാക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചോക്ക്, എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. വേറൊരു കറി ഒന്നും ഉണ്ടാക്കണ്ട, കുട്ടികൾക്കും നല്ലതാണ്. അടിപൊളി സാധനമാണ് കേട്ടോ ഈ ഒരു പൊടി. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കുകയാണ്. മാഷാഅല്ലാ, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇഡ്ഡലിൻ്റെ കൂടെ നമ്മൾ കഴിക്കാമെന്ന് കാണിച്ചല്ലോ. ഞാൻ പറഞ്ഞ് ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ തന്നെ ചമ്മന്തിപ്പൊടി എടുക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ് ഉരുക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇഡ്ഡലിൻ്റെ കൂടെയും. വേറെ ഒന്നും വേണ്ട. അതുപോലെ തന്നെ എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊന്ന് എരിവ് കൂട്ടിയാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലിയാണ്. ഞാനിത് കാണിച്ചതാണ്, വീഡിയോ ഇട്ടതാണ്. ഒരേ മാവ് വെച്ചിട്ട് ഇഡ്ഡലിയും ദോശയും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്, ഇഡ്ഡലി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അതാ ഇഡ്ഡലിൻ്റെ കൂടെയും ഈ ഒരു സെയിം കോംബോ തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരുപാട് പേര് വീട്ടിലിത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. ഇത് ചെയ്യാത്ത ആൾക്കാരോടാണ് പറയുന്നത് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.